ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ 4ാമത് ഖണ്ഡമായ മായാദർശനം എന്ന ഖണ്ഡത്തിലെ 1ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ന വിദ്യതേയാ സാമായ വിദ്യാ വിദ്യാപരാപര തമപ്രധാനം പ്രകൃതിർ ബഹുധാ സൈവ ഭാസതേ. ന വിദ്യതേയാ സാമായ വിദ്യാ വിദ്യാപരാപര തമപ്രധാനം പ്രകൃതിർ ബഹുധാ സൈവ ഭാസതേ. ഇതാണ് ശ്ലോകം. ആദ്യമായി നമുക്ക് ഈ ശ്ലോകത്തെ പദച്ഛേദം ചെയ്ത് അന്വയിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം പദാനുപദ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം വേണം ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുവാൻ. യാ ന വിദ്യതേ സാ മായ. വിദ്യ അവിദ്യ പര അപര തമ പ്രധാനം പ്രകൃതി ഇതി സാ ഏവ ബഹുധാ ഭാസത്തെ. ഇത്തരത്തിലാണ് ഇതിനെ പദച്ഛേദം ചെയ്യേണ്ടത്. യാതൊന്നാണോ അഥവാ യാതൊരുവളാണോ ന വിദ്യതേ ഉണ്ട് എന്ന തരത്തിലില്ലാത്തത്. ഇവിടെ ആ ഒരുവൾ എന്ന് പറയാൻ കാരണം സരസ്വതി ദേവിയെ വിദ്യയുടെ അധിദേവതയായി സങ്കല്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യയെ സ്ത്രീലിംഗത്തിലാണ് സംസ്കൃത ഭാഷയിൽ വിശേഷിപ്പിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ ഇതിനെ അത് എന്ന സംജ്ഞ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. യാ ന വിദ്യതേ സാ മായ. യാതൊന്നാണോ അഥവാ യാതൊരുവളാണോ ഉണ്ട് എന്ന തരത്തിലില്ലാത്തത് അത് അഥവാ അവൾ മായയാകുന്നു. വിദ്യാവിദ്യ വിദ്യാരൂപത്തിലും അവിദ്യാരൂപത്തിലും പരാ അപര പരയായും അപരയായും തമ തമസായും പ്രധാനം പ്രധാനമായും പ്രകൃതി ഇതി പ്രകൃതി എന്നിങ്ങനെ ബഹുധാ പല പ്രകാരത്തിൽ സൈവ ഭാസതേ സാ ഏവ ഭാസതേ അതുതന്നെയാണ് അഥവാ അവൾ തന്നെയാണ് ഭാസിക്കുന്നത്. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. യാതൊന്നാണോ ഇല്ലാത്തത് അഥവാ ഇന്നത് ഇന്നത് എന്ന് അറിയാവുന്ന തരത്തിൽ പ്രകടമാകാതിരിക്കുന്നത് അതാകുന്നു മായ. സ്വന്തമായ ഉണ്മയില്ലാത്തതും എന്നാൽ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നതുമായി യാതൊന്നാണോ ഉള്ളത് അതാകുന്നു മായ എന്ന് സാരം. വിദ്യ അവിദ്യ പര അപര പ്രധാനം പ്രകൃതി തമസ് എന്നിങ്ങനെ പലതായി ഭാസിക്കുന്നതെല്ലാം അതുതന്നെയാകുന്നു. യാ മാ തത് മായ. യാതൊന്നാണോ ഇല്ലാത്തത് അതാകുന്നു മായ. ഇതാണ് പദനിഷ്പത്തി അനുസരിച്ച് മായ എന്ന പദത്തിൻ്റെ വാച്യാർത്ഥം. പരമാർത്ഥത്തിലില്ലാത്തതും എന്നാൽ വ്യവഹാരത്തിലുള്ളതുമാണ് മായ എന്ന് സാരം. പല പ്രകാരത്തിലാണ് വ്യാവഹാരിക തലത്തിൽ മായ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള മായയുടെ ഭേദങ്ങളെപ്പറ്റിയാണ് മായാദർശനം എന്ന ശീർഷകത്തോടു കൂടിയ ഈ ഖണ്ഡത്തിൽ ഗുരു വിശദീകരിച്ചിരിക്കുന്നത്. ഭാരതീയമായ അദ്വൈത വേദാന്തം ഉദ്ഘോഷിക്കുന്ന അമൂല്യമായൊരു ദർശനമാണ് മായാദർശനം. ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിനാൽ വിശ്വമാകെ നിറഞ്ഞിരിക്കുന്നുവെന്നും ആ പരമ്പൊരുളല്ലാതെ ഉണ്മയുള്ള മറ്റൊന്നുമില്ല എന്നും സമർത്ഥിക്കുന്ന ദർശനശാസ്ത്രമാണ് അദ്വൈത ദർശനം. അദ്വൈത ദർശനത്തിൽ
വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിനെ ബ്രഹ്മം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ ബ്രഹ്മത്തെ ഇന്നത് എന്ന തരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. കണ്ടും കേട്ടും തൊട്ടും മണത്തും രുചിച്ചും സാക്ഷാത്കരിക്കാവുന്ന പൊരുളല്ല ബ്രഹ്മം എന്ന് സാരം. നാമരൂപാദികളോ ശബ്ദസ്പർശ രസഗന്ധാദി ഗുണങ്ങളോ ഇല്ലാത്തതും എന്നാൽ ഇപ്പറഞ്ഞവയുടെ എല്ലാം സത്താവിശേഷമായും കാര്യകാരണ ബന്ധങ്ങളുമായും എല്ലാം വർത്തിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുടെ ഉണ്മയെ നിഷേധിക്കാനാവില്ല. ആ ശക്തിവിശേഷത്തെയാണ് മായാദർശനത്തിൽ മായ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അദ്വൈത ദർശനത്തിലെ ബ്രഹ്മം എന്ന സംജ്ഞയുടെ മറ്റൊരു ഭാവരൂപതലമാണ് മായ എന്ന സംജ്ഞ ദ്യോതിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പരമാർത്ഥത്തിലില്ലാത്തത് മായ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ പ്രാപഞ്ചികതകളുടെ എല്ലാം പിന്നിൽ വർത്തിക്കുന്ന അദൃശ്യമായ ദ്യോതക ശക്തിയാകുന്നു മായ എന്ന് തന്നെയാണ്. വ്യാവഹാരിക തലത്തിൽ മായ ഉള്ളതു തന്നെ എന്ന് സാരം. വിദ്യാവിദ്യകളെയും പരാപരങ്ങളെയും തമസിനെയും പ്രധാനം പ്രകൃതി എന്നിവയെയും മായയുടെ ഭേദങ്ങളായിട്ടാണ് ഗുരുകൃതമായ മായാദർശനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വിദ് എന്ന ശബ്ദധാതുവിൻ്റെ അർത്ഥം അറിയുക എന്നാണ്. വസ്തുക്കളെയും വസ്തുതകളെയും ഇന്നത് ഇന്നത് എന്ന തരത്തിൽ കാര്യകാരണ സഹിതം വ്യവച്ഛേദിച്ചറിയുന്ന ബോധവൃത്തിയാണ് വിദ്യ. വസ്തുക്കളുടെയും വസ്തുതകളുടെയും കാര്യകാരണ ബന്ധങ്ങൾ പരിശോധിച്ചറിയാൻ ശ്രമിക്കാതെ ഉപരിപ്ലവമായി മാത്രം അവയെ മനസ്സിലാക്കുന്ന ബോധവൃത്തിയെയാണ് അവിദ്യ എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രക്രിയകളിലും അറിയൽ എന്ന ധർമ്മം നിർവഹിക്കപ്പെടുന്നുണ്ട്. ഒന്ന് ശരിയായ അറിയലും മറ്റത് തെറ്റായ അറിയലുമാണെന്ന് മാത്രം. ശരിയും തെറ്റും പൂർണ്ണതയും അപൂർണതയുമൊക്കെ ആപേക്ഷികങ്ങളാണ്. അറിയുന്നവൻ്റെ മാനസികവും ബൗദ്ധികവുമായ വികാസത്തെ ആശ്രയിച്ചാണ് ഇപ്പറഞ്ഞ ആപേക്ഷികതകൾ മൂല്യനിർണ്ണയം ചെയ്യപ്പെടുന്നത്. ചൂടും പ്രകാശവും അഗ്നിഗുണങ്ങളാണ്. ഈ രണ്ട് ഗുണങ്ങളും സർഗാത്മകവും അതേസമയം തന്നെ സംഹാരാത്മകവുമാണ്. ഈയാമ്പാറ്റകൾ അഗ്നിയിൽ ആകൃഷ്ടരായി സ്വയം സംഹാരത്തിന് വിധേയപ്പെടുന്നത് ഉദാഹരണമാണ്. ഇനി പരയും അപരയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. പരമസത്യത്തോട് ചേർന്ന് വർത്തിക്കുന്ന ബോധവൃത്തിയാണ് പര. പരമസത്യത്തിൽ നിന്നും വ്യതിചലിച്ച് അജ്ഞാനത്തോട് ചേർന്ന് വർത്തിക്കുന്ന ബോധവൃത്തിയെയാണ് അപര എന്ന് പറയുന്നത്. അജ്ഞാന നിഴലിൽ തളയ്ക്കപ്പെട്ട ബോധമാണ് തമസ്. അറിവിൻ്റെ ധനാത്മകതയ്ക്ക് ശോഷണം സംഭവിക്കുകയും ഋണാത്മക മൂല്യങ്ങളോട് ചേർന്ന് വർത്തിക്കുകയും ചെയ്യുന്ന ബോധാവസ്ഥ എന്ന് തമസിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി പ്രകൃതിയും പ്രധാനവും എന്താണെന്ന് പറയാം. പ്രകർഷേണയുള്ള കൃതി എന്നാണ് പ്രകൃതിയുടെ വാച്യാർത്ഥം. പ്രകൃതീകൃതങ്ങളായ സർവ്വതും സ്വയം സംഭാവിതങ്ങളാണ്. അതിന് പിന്നിലുള്ള അമേയ പ്രഭാവത്തെ ബ്രഹ്മവിലാസം അഥവാ മായാവിലാസം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ സാധിക്കൂ. വിശ്വവിധാനീയതയിൽ ഉരുത്തിരിയുകയും തിരോഭവിച്ചു പോവുകയും ചെയ്യുന്ന സർവ്വതും സ്വയമേവ സംഭവിക്കുന്നവയാണ്. അതുകൊണ്ട് അതിനെ പ്രകർഷേണയുള്ള അഥവാ വിശേഷേണയുള്ള പ്രക്രിയ അഥവാ കൃതി എന്ന് വിശേഷിപ്പിച്ചു പോരുന്നു. പ്രകർഷേണ സംഭവിക്കുന്ന വിശ്വവിധാനീയതകളിലെ അദൃശ്യമായ കർമ്മചോദനയാണ്
പ്രധാനം എന്ന് പറയുന്നത്. പ്രകർഷേണ സംഭവിക്കുന്ന വിധാനം അല്ലെങ്കിൽ ആ വിധാനീയത എന്നാണ് അതിൻ്റെ വാച്യാർത്ഥം. ഈ ലോകത്ത് എന്തെല്ലാം നൈസർഗികമായി നടക്കുന്നുവോ അവയെല്ലാം ബ്രഹ്മത്തിൻ്റെ മായാശക്തിയുടെ അമേയ വൈഭവത്താലാണ് സംഭവിക്കുന്നത്. സർവ്വതും ബ്രഹ്മനിശ്ചയമാകുന്നു എന്ന് പറയുന്നതും സർവ്വതും മായാ കൽപ്പിതമാകുന്നു അഥവാ മായാകൃതമാകുന്നു എന്ന് പറയുന്നതും തമ്മിൽ ആത്യന്തികമായ അന്തരമില്ല എന്നാണ് മായാദർശനം ഉദ്ഘോഷിക്കുന്നത്. മായാദർശനം അദ്വൈത ദർശനത്തിൽ നിന്നും വേറിട്ട ഒരു ദർശനമല്ല എന്ന് സാരം. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.